ഹായ് എവരിവൺ. തെലുഗു പഠിക്കണമെന്ന് ആഗ്രഹമുള്ള നമ്മുടെ കുറേയൊക്കെ സുഹൃത്തുക്കളുടെ കുറെ നാളുണ്ടായുള്ള ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി തെലുഗിലെ വർത്തമാനകാലം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വർത്തമാനകാലത്തിൽ ഓരോ സബ്ജക്ട് വരുമ്പോഴും എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത്, ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇതൊക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് ക്രിയകളോടൊപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു. ഇനി നമുക്ക് തെലുഗിലെ ഭൂതകാലവും പിന്നെ ഭാവി കാലവും നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടെടുക്കാം. ഇന്ന് കുറച്ചുകൂടി ജനറൽ ആയ ഒരു പുതിയൊരു കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, തെലുഗു ഇൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞ സീരീസിനകത്ത് ഞാൻ ഒരു സെന്റൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. എനിക്ക് ഒരു കാർ വേണം എന്ന് എങ്ങനെയാണ് തെലുങ്കിൽ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതെങ്ങനെയാണ്? നാക്കു ഒക്ക കാർ കാവാലി. ഇതിനകത്ത് നാക്കു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക്, ഒക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു, കാർ തന്നെയാണ്, കാവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാവാലി എന്ന് പറഞ്ഞ ആ ഒരു വാക്കും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് വാക്കുകളുമാണ്. തെലുങ്കിൽ കാവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണം എന്നാണ്. ഇന്ന് നമ്മൾ വേണം, വേണോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ തെലുഗു ത്രൂ മലയാളം. അപ്പൊ നമുക്ക് ഓൾറെഡി ഈ വാക്കറിയാം, വേണം എന്ന് പറയുന്നത് കാവാലി എന്നാണ്. ഇനി വേണോ എന്ന് തെലുങ്കിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? കാവാല. നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം വെച്ച് പറയാം. നീക്കു ഒക്കെ കാർ കാവാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരു കാർ വേണോ? അതിനുത്തരമായിട്ട് നാക്കു ഒക്കെ കാർ കാവാലി എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പൊ വേണം, വേണോ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ചെയ്യണം അത് പറയാനും കൂടി ഈ കാവാലി എന്ന് പറഞ്ഞ ആ വാക്കിനെ ബേസ് ചെയ്തിട്ട് ആ വാക്കുകളും ഉള്ളത്. ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകും. മലയാളത്തിൽ വേണം എന്ന് പറയുന്നതിനകത്തെ ആ നം എന്ന് പറഞ്ഞ ഒരു അക്ഷരമുണ്ടല്ലോ, ആ അക്ഷരം വെച്ചിട്ടാണ് ബാക്കി ഒരുവിധം എല്ലാ ക്രിയകളുടെയും അവസാനത്തിൽ നമ്മൾ ചേർക്കുന്നത്. ഒരു ഉദാഹരണത്തിന് വരണം, പോകണം, ചെയ്യണം, ഇതെല്ലാം അവസാനിക്കുന്നത് നം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണം. ഓക്കെ, എനിക്ക് പോകണം, അതൊരു ആവശ്യമാണ്. വേണം എന്ന് പറയുന്നതും ഒരു ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് ഈ തെലുങ്കിലെ വാക്കുകളും ഫോം ആയിരിക്കുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് തെലുങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെ പറയാമെന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന എല്ലാ ക്രിയകളുടെ ഒപ്പവും അത് ചെയ്യണം എന്ന് എങ്ങനെ പറയാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഓർത്തിരിക്കുക, വേണം എന്ന് പറയാനായിട്ട് കാവാലി എന്നാണ്, വേണോ എന്ന് ചോദിക്കാനായിട്ട് കാവാല എന്നാണ്. നമുക്ക് ആദ്യം വേണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നൊക്കെ പറയാനുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. അതിനുശേഷം അതിന്റെ ചോദ്യം എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ വാക്ക് വായോ എന്നാണല്ലോ. അപ്പം വരണം എന്ന് പറയുന്ന വാക്കാണ് രാവാലി. ഓക്കെ, എല്ലാ വാക്കുകളുടെയും അവസാനത്തിൽ, എല്ലാ ക്രിയകളുടെയും അവസാനത്തിൽ ഈ അവസാനത്തെ ആ ലി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണം എന്നുള്ള വാക്കാവും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എന്ന് പറഞ്ഞ വാക്കിന്റെ ഒപ്പം വാ ലി എന്നാണ് ചേർക്കേണ്ടത്. അതായത് രാവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണം. എപ്പോഴും വാ ലി എന്നറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ലി എന്ന് പറഞ്ഞത്. അത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒട്ടുമിക്ക ക്രിയകളിലൊപ്പം വാ ലി എന്ന് തന്നെയാണ് അവസാനിക്കുന്നത്. ഇനി പോകണം എന്ന് പറയാനായിട്ട് പോവാലി എന്നാണ് പറയുന്നത്. പോകണം എന്ന് പറയാനായിട്ട് 3 വാക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ പോവാലി, വെള്ളാലി, വെള്ളിപ്പോവാലി, ഇതെന്ത് പറഞ്ഞാലും പോകണമെന്ന് തന്നെയാണ് അർത്ഥം. അടുത്തത് ചെയ്യണം. ഓക്കെ, ചെയ്യൂ എന്ന് പറയാനായിട്ട് ചെയ്യ് എന്നാണല്ലോ. അപ്പം ചെയ്യണം എന്ന് പറയാനായിട്ട് ചെയ്യാലി, അവിടെ വായിലല്ല അവസാനിക്കുന്നത്. അപ്പം ഏത് അക്ഷരത്തിലാണോ ഒരു ക്രിയ അവസാനിക്കുന്നത് അതിന്റെ ഒപ്പം അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ലി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു വാക്കായി. ഓക്കെ, അപ്പം ചെയ്യാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം, ചെപ്പാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം, കാരണം ചെപ്പു എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതാണ്. അപ്പം നിങ്ങൾ എന്റെ ഈ ക്രിയകളെ പറ്റി പറയുന്ന വീഡിയോകൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ നേരിട്ട് ഈ വാക്കുകളിലേക്ക് കടക്കുന്നത്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി കാണുക, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ചിലപ്പം ഫുള്ളായിട്ട് മനസ്സിലായി എന്ന് വരില്ല. ഓക്കെ, അടുകു ചോദിക്കൂ, അടുകാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കണം. വിനു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, വിനു എന്നാണ് വാക്ക്. ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്ന് പറഞ്ഞ ഒരു അർത്ഥം വരുന്നത്. വിനാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കണം. അടുത്തത് ചതുവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കണം. രായു, രാസ്കോ, ഇതില് രണ്ടും വേണം പറയാമല്ലോ. അതുകൊണ്ട് തന്നെ രായാലി എന്ന് പറയാം, അല്ലെങ്കിൽ രാസ്കോ വാലി എന്ന് വേണം പറയാം. രണ്ട് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്, എഴുതണം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായോ, രായു എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതൂ. അതുകൊണ്ട് തന്നെ രാവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണമെന്നാണ്, രായാലി എന്ന് പറഞ്ഞാലാണ് എഴുതണം എന്നുള്ളത്. രണ്ടും തമ്മിൽ കൺഫ്യൂഷനായി മാറിപ്പോകരുത്. ഓക്കെ, അടുത്തത് നെർച്ചുക്കോ വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം. അപ്പൊ ഞാൻ ഈ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ.
വീഡിയോ അധികം ലോങ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് എനിക്ക് ചെയ്യണം, എനിക്ക് പോകണം, എനിക്ക് വരണം എന്നുള്ള വാക്കുകൾ ഞാൻ പറയുന്നില്ല. അതെങ്ങനെയാണ് പറയുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ ശേഷം പറഞ്ഞുതരാം. കാരണം നമുക്ക് ആദ്യം ഈ വാക്കുകളൊന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പം നേർച്ചുക്കോവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം. ഓക്കെ, അടുത്തത് സഹായം ചെയ്യാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായം ചെയ്യണം. പണി ചെയ്യാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്യണം, ജോലി ചെയ്യണം. പ്രാർത്ഥിച്ചാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം. തിന്നാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കണം, തിന്നണം. ഭോജനം ചെയ്യാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം. താകാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കണം. ഇവ്വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഏത് ക്രിയയോടൊപ്പം വേണമെങ്കിലും ആ ഒരു വാ അല്ലെങ്കിൽ ആ ലി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള വാക്ക് കിട്ടും. ഓക്കെ, എല്ലാം ഞാൻ പറയുന്നില്ല, കാരണം ഇനി കുറച്ചു നേരം പറയാനുണ്ട്. കുറച്ച് ടഫായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകളൊക്കെ കുറച്ച് ടഫാണ്, അതുകൊണ്ട് ആ വാക്കുകൾ ഞാൻ പറയാം. ഒരു ഉദാഹരണത്തിന് മുയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കൂ എന്നാണല്ലോ, അവിടെ വരുന്നത് മുയ്യാലി എന്നാണ്. പിന്നെ ചേപ്പിൻചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യിക്കൂ എന്നാണല്ലോ, അവിടെ ചേപ്പിൻചാലി എന്ന് പറഞ്ഞു വരണം. പ്രാർത്ഥിഞ്ചാലി എന്ന് പറഞ്ഞു വരണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമേഷൻ വരുന്നത്. ഇനി രണ്ടാം ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പോകണം, എനിക്ക് വരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് വരണം, ഞങ്ങൾക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ഈ കന്നഡയിലും തെലുങ്കിലും, ഓക്കെ, എന്നോട് കുറച്ച് പേരെ ഇപ്പൊ പറയുന്നു കന്നഡ മിക്സ് ചെയ്യരുത്. ഓക്കെ, പക്ഷേ ഈ കന്നഡയിലും അതേ ഫോർമേഷൻ തന്നെയാണ്, പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കന്നഡയിലും തെലുങ്കിലും ഇതിന്റെ ഫോർമേഷൻ വരുന്നത് എനിക്ക് എന്ന് പറഞ്ഞിട്ടല്ല. ഒരു ഉദാഹരണത്തിന് മലയാളത്തിൽ എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകണം എന്ന് പറയുന്ന നേരത്ത് നമ്മളവിടെ പറയുന്നത് എനിക്ക് എന്നാണ്. പക്ഷേ കന്നഡയിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ആ വാക്ക് എനിക്ക് എന്നല്ല. ഒരു ഉദാഹരണത്തിന് നാക്കു വെള്ളാലി അല്ലെങ്കിൽ നാക്കു രാവാലി എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല, അത് തെറ്റാണ്. ഓക്കെ, പക്ഷെ വേണം എന്ന് പറയുന്ന വാക്കിന്റെ ഒപ്പം, അതായത് കാവാലി എന്ന് പറയുന്ന വാക്കിന്റെ ഒപ്പം അത് കറക്റ്റ് ആയിട്ട് നാക്കു കാവാലി, നാക്കു ഒക്കെ കാർ കാവലി, നാക്കു പെൻ കാവലി, നാക്കു അങ്ങനെ വേണം, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ആ ഒരു നൗൺ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നാക്കു പിന്നെ എന്താണോ വേണ്ടത് അത് കാവാലി എന്ന് വേണം പറയാം. പക്ഷേ ചെയ്യണം അല്ലെങ്കിൽ വരണം, പോകണം, പഠിക്കണം, കേൾക്കണം എന്നൊക്കെ പറയുന്ന നേരത്ത് നാക്കു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറയുന്ന മാക്കു എന്ന് പറഞ്ഞ വാക്കും ഉപയോഗിക്കില്ല. അവിടെ ഉപയോഗിക്കുന്നത് ഞാൻ എന്നാണ്. അതായത് നേൻ രാവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരണം. നേൻ പോവാലി അല്ലെങ്കിൽ നേൻ വെള്ളാലി, നേൻ വെള്ളി പോവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകണം. അപ്പം നമ്മൾ പറയും അല്ല ഞാൻ പോകണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, എനിക്ക് പോകണം എന്ന് പറയാറുണ്ട്. പക്ഷേ തെലുങ്കിൽ ഈ നേൻ വെള്ളാലി അല്ലെങ്കിൽ നേൻ പോവാലി അല്ലെങ്കിൽ നേൻ രാവാലി എന്ന് മാത്രമേ പറയാറുള്ളൂ. നാക്കു എന്ന് പറഞ്ഞ ശേഷം ഈ ആ ലി, അതായത് ക്രിയ പ്ലസ് ആ ലി എന്ന് പറഞ്ഞ ആ ഒരു സെന്റൻസ് ഫോർമേഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല. ഞാനിപ്പോ കുറെ വീഡിയോകളായി പറയുന്നു, നിങ്ങളിത് കേട്ട് ചിലപ്പോൾ മടുത്തിട്ടുണ്ടാവും. എന്നാലും ഒരു പ്രാവശ്യം ഒന്ന് പറയുകയാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പുറത്ത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയ ശബ്ദമുണ്ട്, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അധികം ഡിസ്റ്റർബൻസ് ആകുന്നില്ലെന്ന വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് പറയുക. ഞാൻ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ശ്രമിക്കാം. പക്ഷെ അത് രാവിലെ തുടങ്ങുന്ന ഈ ഡ്രില്ലിംഗ്, കട്ടിങ്, ഗ്രൈൻഡിങ് ഒക്കെ വളരെ രാത്രി വരെ പോകുന്നുണ്ട്. പിന്നെ രാത്രി നമുക്ക് കിടന്നുറങ്ങണല്ലോ, ജോലിയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ചോദ്യം ചോദിക്കുന്നതിന് നേരത്തെ ഞാൻ പറഞ്ഞ അതേ ഫോർമേഷൻ ആണ്. കാവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണം, കാവാല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണോ. അതേപോലെ തന്നെ രാവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണം, രാവാല എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണോ. അപ്പം നമ്മൾ ആരോടും അങ്ങോട്ട് ഓഫർ ചെയ്ത് ചോദിക്കുവാണ്. ഓക്കെ, നേൻ രാവാല, ഞാൻ വരണോ. നേൻ പോവാല, നേൻ വെള്ളാല അല്ലെങ്കിൽ നേൻ വെള്ളി പോവാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകണോ. അതേപോലെ ചെപ്പാല, ചെയ്യാല, അടുകാല, ഒരു മിനിറ്റ്, വിനാല, ചതുവാല, രായാല, രാജ്കോവാല, നേർച്ചിക്കോവാല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യമായി. ഇനി പറയാനുള്ള ഒരു കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സംസാര ഭാഷയിൽ, നോർമലായ സംസാര ഭാഷയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കൊളോക്കിയലായ ഒരു ഭാഷയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളോക്കിയലായ ഒരു ഭാഷ എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ കടപ്പുറത്ത് സംസാരിക്കുന്ന ഒരു ഭാഷ നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു ഭാഷ ഒരു സ്റ്റാൻഡേർഡ് മലയാളമല്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് മലയാളം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അച്ചടി ഭാഷയല്ല. അതിനെ അറിയപ്പെടുന്നത് കൊളോക്കിയലായ ഒരു ഭാഷ എന്നാണ്. അപ്പം ആ ഒരു കൊളോക്കിയലായ ഒരു ഭാഷയിൽ, ഓക്കെ, കുറെ കൂടി വില്ലേജിന്റെ ഇന്റീരിയറിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള അത്രയും കൊളോക്കിയലായ ഒരു ഭാഷയിൽ രാവാലി, പോവാലി, വെള്ളാലി എന്ന് പറയുന്നതിന് പകരം അവർ രാവാല, വെള്ളാല, പോവാല എന്നും പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് തെലുങ്കിൽ രാവാലി, വെള്ളാലി, പോവാലി, ചെപ്പാലി, ചെയ്യാലി എന്നൊക്കെ പറയുന്നത് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് രാവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണം, പോവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകണം, ചെപ്പാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം, ചെയ്യാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കൊളോക്കിയൽ ഭാഷയിൽ
രാവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണം എന്നാണ്. ഓക്കെ, പോവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണം എന്നാണ്. ചെപ്പാല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം എന്നാണ്. ഓക്കെ, പക്ഷേ അത് കുറെ കൂടി ലോക്കലായ, കുറെ കൂടി കൊളോക്കിയലായ ഒരു ഭാഷയാണ്. നിങ്ങൾ തെലുഗു സ്റ്റാൻഡേർഡ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അത് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ മനസ്സിലാക്കിയിരിക്കുക, ഇവരിങ്ങനെ പറയുന്ന നേരത്തെ ഒരു ചോദ്യം ചോദിക്കുകയല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് വേണം, വേണോ എന്നൊക്കെ എങ്ങനെയാണ് തെലുങ്കിൽ ചോദിക്കുന്നത്. അതിന്റെ ഒപ്പം ഓരോ ക്രിയയും എടുത്തിട്ട് അത് ചെയ്യണം, അത് ചെയ്യണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ക്രിയകളൊക്കെ പറയുന്നത് എടുത്ത് വായിച്ചു നോക്കുക. അതിനുശേഷം അതിനൊപ്പം ഈ ഒരു വേർഡ് ഫോർമേഷൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.